turn with me to the book of Obadiah, chapter 1, verse 17. ഒബദ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. Praise the Lord. ഒന്നുകൂടെ വായിക്കാമോ അത്? Praise the Lord. Amen. But on Mount Zion there shall be deliverance, and there shall be holiness. The house of Jacob shall possess their possession. ആമേൻ. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. This evening I want to talk about possessing our possession. ഈ വൈകുന്നേര സമയത്ത് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം നമ്മളുടെ അവകാശങ്ങളെ എങ്ങനെ കൈവശമാക്കാം അല്ലെങ്കിൽ സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. Many of us, God wants to bless us. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. But many of us do not expect God to give us that blessing. എന്നാൽ അനേകരും ആ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകണം എന്നുള്ളതിനെ കുറിച്ച് പ്രതീക്ഷയില്ല. Christian life is not only about inheritance, but it is also about occupation. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തിനെ അവകാശമാക്കി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അത് അത് നമ്മുടെ സ്വന്തമാക്കി തീർക്കുക എന്നുള്ളതും കൂടെയാണെന്ന് നാം ചിന്തിക്കണം. There is a difference between having an inheritance and taking hold of it. അവകാശങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതും അതിനെ കടന്നു പിടിച്ച് സ്വന്തമാക്കുക എന്നുള്ളതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. Obadiah prophesied during the time of devastation. ആ യെരൂശലേം യഹൂദയുടെ തകർച്ചയുടെ കാലത്താണ് ഒബദ്യാവ് ഈ പ്രവചനത്തിലൂടെ ഈ വചനം നമ്മൾ അരുളി ചെയ്തത്. Yet this verse brings hope, restoration and action. ഈ വാക്യത്തിലൂടെ നാം വായിച്ചത് അതിൻ്റെ മധ്യത്തിലും ഒരു രക്ഷിത ഗണം, സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും അവരുടെ അവകാശങ്ങളൊക്കെയും കൈവശമാക്കുമെന്നാണ് പ്രവാചകൻ അരുളി ചെയ്യുന്നത്. We are called to rise in faith. വിശ്വാസത്തിൽ നാം ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കണമെന്നാണ് ദൈവം നമ്മെ അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. We are called to be holy. നാം വിശുദ്ധരായിരിക്കണമെന്നുമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And we have to have a warfare to possess the possessions. ഹല്ലേലൂയ. നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കുവാൻ ഒരു വലിയ യുദ്ധം ആവശ്യമായി വന്നാൽ അതിന് നാം തയ്യാറായിരിക്കണമെന്നാണ് നാം ഈ വേദഭാഗത്തിലൂടെ ചിന്തിക്കുന്നത്. The foundation of possession ആ കൈവശമാക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് is Mount Zion. അത് സിയോൻ പർവ്വതമാണ്. In the verse that we read, ഈ നാം വായിച്ച വേദഭാഗത്തിൽ വാക്യത്തിൽ it says on Mount Zion. സിയോൻ പർവ്വതത്തിൽ Mount Zion is the place of God's presence. ആമേൻ. ദൈവ സാന്നിധ്യം വസിക്കുന്ന സ്ഥലമാണ് സിയോൻ പർവ്വതം. Zion represents the dwelling of God. ആമേൻ. സിയോൻ പർവ്വതം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണെന്നാണ് നാം കാണുന്നത്. It's a place of divine government. ആമേൻ. സ്വർഗീയമായിട്ടുള്ള അധികാരം നടത്തപ്പെടുന്ന, ദൈവം ഭരണം നടത്തുന്ന സ്ഥലമത്രേ ഈ സിയോൻ പർവ്വതം എന്ന് പറയുന്നത്. It is of covenantal relationship. ആമേൻ. അത് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് സിയോൻ പർവ്വതം. Psalm 132 verse 13 and 14 says, for the Lord has chosen Zion, he has decided for his dwelling. 132-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. Amen. For the Lord has chosen Zion. ദൈവം സിയോനെ തെരഞ്ഞെടുത്തു. Nobody else has chosen it. മറ്റാരും സിയോനെ തെരഞ്ഞെടുത്തില്ല. God has chosen it. ദൈവം ഒരുവനത്രേ ഈ സിയോൻ പർവ്വതത്തെ തെരഞ്ഞെടുത്തത്. He has decided to be his dwelling place. അത് ദൈവത്തിന്റെ വാസസ്ഥലമായിട്ടാണ് ദൈവം സിയോൻ പർവ്വതത്തെ It is the തെരഞ്ഞെടുത്തത്. place of God's presence. അത് ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന സ്ഥലമത്രേ സിയോൻ പർവ്വതം. Possession begins with the closeness of God. ആമേൻ. നാം കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം സ്വന്തമാക്കുമെന്ന് പറഞ്ഞാൽ അത് ദൈവവുമായിട്ടുള്ള അടുപ്പത്തിലത്രേ നമുക്കത് ലഭിക്കുന്നത്. That can be we can receive that possession only through Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. Hebrews 12
verse 22, you have come to Mount Zion. That's what it is written there. എബ്രായർ 12:22 ഇങ്ങനെയാണ് വായിക്കുന്നത്. Ah. Ah. Praise the Lord. Ah. Yeah. Ah. Ah. Praise the Lord. We possess nothing apart from Christ. ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും സ്വന്തമാക്കുവാൻ സാധ്യമല്ല. In him all the promises are yes and amen. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് ഉവ്വ് എന്നത്രേ. To possess our possessions, we must first abide in his presence. ആമേൻ. നമുക്ക് നമ്മുടെ വാഗ്ദത്തങ്ങൾ കൈവശമാക്കുവാൻ, നമ്മുടെ സ്വന്തമാക്കുവാൻ ദൈവ സാന്നിധ്യത്തിൽ നാം വസിക്കേണ്ടതാണ്. There is a process for possessing the possession. ആമേൻ. നമ്മുടെ സ്വത്ത് അവകാശമാക്കുവാൻ, അവകാശങ്ങളെ കൈക്കലാക്കുവാൻ അതിനൊരു പ്രക്രിയ തന്നെയാണത്. There has to be a deliverance. ഒരു വിടുതൽ ആവശ്യമാണ്. Deliverance from bondage. ആമേൻ. ബന്ധനത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ആവശ്യമാണ്. Israel could not possess their possession as long as they were in Egypt. ആമേൻ. മിസ്രയീമിലായിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ ജനത്തിന് അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുവാൻ സാധ്യമല്ലായിരുന്നു. Deliverance precedes the possession. ആമേൻ. നാം സ്വന്തമാക്കുന്നതിന് മുമ്പ് ഒരു വിടുതൽ ആവശ്യമായിരിക്കുന്നു. Many people live in the bondage of fear. ആമേൻ. ഭയത്തിന്റെ ബന്ധനത്തിലാണ് അനേകരുമായിരിക്കുന്നത്. Many people live in the fear of live in sin. ആമേൻ. അനേകരും പാപത്തിന്റെ പടുകുഴിയിലാണ് വീണ് കിടക്കുന്നത്. Many people live in guilt. ആമേൻ. അനേകരും കുറ്റബോധത്താൽ അവരുടെ ഹൃദയങ്ങൾ കലുഷിതമായി ലജ്ജയോടുകൂടെ വസിക്കുകയത്രേ ചെയ്യുന്നത്. Many people live in the past wounds. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും മുറിവിന്റെ വേദനയിലാണ് അനേകരും ഭൂമിയുടെ മണ്ഡലത്തിൽ അവരുടെ ജീവിതം വലിച്ചു നീട്ടുന്നത്. All these hinder you from receiving your possession. ആമേൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അവകാശമായി ലഭിക്കേണ്ടത് കൈവശമാക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമായി നിൽക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. Let me tell you, Christ is our deliverer. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെ വിടുവിക്കുന്നവനായ ദൈവം എന്ന് പറയുന്നത്. In Colossians chapter 1 verse 13, കൊലോസ്യർ 1:13 it says like this, പ്രകാരം പറയുന്നു, he has delivered us from the power of darkness. അവൻ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു എന്ന് വായിക്കുന്നു. My dear brothers and sisters, if God has set you free from the power of darkness, from guilt, from shame, why do you want to go back into the same hole? ആമേൻ. കർത്താവായ യേശുക്രിസ്തു അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചുവെങ്കിൽ എന്തിനാണ് നാം വീണ്ടും തിരിഞ്ഞ് പാപത്തിന്റെ വഴികളിലേക്ക് പോകുന്നത്? Romans chapter 6 verse 14, റോമർ 6:14 it says, sin shall no longer have dominion over you. പാപത്തിന് ഇനിമേൽ നമ്മുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരിക്കയില്ലെന്ന് നാം വായിക്കുന്നു. But we have given our dominion to him. നമ്മുടെ അധികാരം, നമ്മുടെ നടത്തിപ്പ് ദൈവത്തിൽ നമ്മൾ അർപ്പിച്ചിരിക്കുന്നു. We have given it to sin. We have given it to sin. അവർ പാപത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. And that is why we have lost the dominion. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പിടി നഷ്ടപ്പെടുവാൻ ഇടയായത്. That is why we are not able to take hold of our possessions. ആമേൻ. അതുകൊണ്ടാണ് നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കുവാൻ നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നത്. Whom the Son has set free is free indeed. പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. Shake off everything that the enemy is trying to put on you. ആമേൻ. ഇതിന്റെ എല്ലാ മധ്യത്തിലും ശത്രു നമ്മളെ പിടിച്ചു കെട്ടുവാനായി സദാകാലവും ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. Let me tell you, shake it off. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശത്രുവിന്റെ സകല ബന്ധനങ്ങളും നമ്മുടെ മേലുള്ള സകല കെട്ടുകളും അഴിച്ചു കളയുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. Christ wants you to move forward. അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കാം. The reason why the enemy wants to bind you, ശത്രുവിന് നമ്മെ കെട്ടുവാനുള്ള കാരണം എന്താണെന്ന് because ചോദിച്ചാൽ, we are sitting still in one place.
ആമേൻ. ഞാൻ ഇപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ജീവച്ചവൻ പോലെ കുത്തിയിരിക്കത്ര ചെയ്യുന്നത്. God wants you to move forward. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിർജീവങ്ങളായിരിക്കുവാനല്ല, ജീവനുള്ളവരായി മുന്നോട്ട് ഓടുവാനത്രേ. Move forward in your spiritual life. ആമേൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓടുവാനത്രേ ഈ ഓട്ടക്കളത്തിൽ ദൈവം നമ്മെ വച്ചിരിക്കുന്നത്. Grow in your spiritual life. ആമേൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാനത്രേ. When you move forward, the enemy cannot put anything on you. ആമേൻ. നാം മുന്നോട്ട് പോകുമ്പോൾ ശത്രുവിന് നമ്മുടെ മേൽ ഒന്നും പിടിച്ചു വെക്കുവാൻ സാധ്യമല്ല. Identify the area that the enemy is trying to hold you back. ആമേൻ. നമ്മളെ പുറകോട്ട് വലിക്കുന്ന മേഖലകൾ ഏതാണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. Some of us have mental strongholds. Mental strongholds. ആ മാനസികമായിരിക്കുന്ന പിരിമുറുക്കങ്ങളുടെ മണ്ഡലങ്ങളെ നാം അറിയണം. Some of us have generational patterns. ആമേൻ. ചിലർക്ക് തലമുറകളായിട്ട് കൈവന്നു പോരുന്ന ചില പ്രയാസങ്ങളുടെ മധ്യത്തിലാണ്. Some of them have spiritual apathy, laziness. ആമേൻ. ചിലർക്ക് അവർ ലേസിയായിട്ട് നിർജീവമായിരിക്കുകയാണ്. Deliverance is not a one-time event. ആമേൻ. വിടുതൽ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമല്ല. It's a lifestyle of surrendering yourself to the presence of God. ദൈവസാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു തുടർമാനമായ ജീവിത പ്രക്രിയയത്രേ ഈ വിടുതൽ എന്ന് പറയുന്നത്. It's not only surrendering yourself but also renewing your mind every moment of your life. ആമേൻ. നമ്മളെ തന്നെ സമർപ്പിക്കുക എന്ന് മാത്രമല്ല, ദിനംതോറും നമ്മുടെ മനസ്സ് പുതുക്കപ്പെട്ട് നാം രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥയത്രേ. And that is why there are conditions to receive your possession. അതുകൊണ്ടാണ് നമ്മുടെ അവകാശങ്ങൾ കൈവശമാക്കുവാൻ സ്വന്തമാക്കുവാനുള്ള വ്യവസ്ഥകൾ ഉണ്ടെന്ന് പറയുന്നത്. The word says there has to be holiness. ആമേൻ. അതാണ് അതിൽ ഒന്ന് വിശുദ്ധി എന്നുള്ളതാണ്. Holiness is separation and alignment towards God. ആമേൻ. വിശുദ്ധി എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് വേർപെട്ട് പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവവുമായി ഇഴുകിച്ചേരുന്ന പ്രക്രിയ അത്രേ. Holiness is not legalism. ആമേൻ. ഹോളിനെസ് എന്ന് വിശുദ്ധി എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല. It is living set apart unto God. ആമേൻ. പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി വേർപെടുന്ന അവസ്ഥയത്രേ. In Joshua chapter 3 verse 5, യേശുവയുടെ പുസ്തകം 3:5 വാക്യം, it says, sanctify yourself, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, for tomorrow നാളെ the Lord will do wonders among you. ആമേൻ. നാളെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. You need to be pure in the presence of God. ദൈവസാന്നിധ്യത്തിൽ നാം നിഷ്കളങ്കരായിരിക്കേണ്ടത് You ആവശ്യമാണ്. need to be holy in the presence of ആമേൻ. നാം God. വിശുദ്ധരായി ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. Sanctify yourself in the presence of God. ദൈവസാന്നിധ്യത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. And then you will see God do wonders among you. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനത്രേ നമ്മുടെ വലിയവനായ ദൈവം. The reason you're not able to possess your possession is because there is no purity. നമ്മുടെ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാം വിശുദ്ധരല്ല എന്നുള്ളതാണ്. God will not entrust his treasures to a carnal mind. ആമേൻ. ജഡികനായ മനുഷ്യന് ദൈവം തന്റെ വസ്തുക്കളെ, തന്റെ ധനത്തെ, തന്റെ അവകാശത്തെ നൽകുകയില്ലെന്നുള്ളതാണ് വാസ്തവമായ കാര്യം. In 2 Timothy chapter 2 verse 21, 2 തിമോഥെയോസ് 2:21, it says, if anyone cleanses himself, തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നവൻ he will be a vessel of honor. ആമേൻ, അവൻ മാനപാത്രമാകുമെന്നാണ് കാണുന്നത്. Examine yourself or the purity of your motives. Examine the purity of your motives. നമ്മുടെ ലക്ഷ്യങ്ങളുടെ, നമ്മുടെ ആഗ്രഹങ്ങളുടെ ആ വിശുദ്ധി എത്രയാണെന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. Examine your thought life. ആമേൻ. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. Examine your habits. ആമേൻ. നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്യണം. Holiness opens door for a deeper inheritance. ആമേൻ. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആഴമായ ധനം നമുക്ക് ലഭിക്കുവാനായി സ്വായത്തമാക്കുവാനായിട്ടുള്ള ഒരു അളവുകോലത്രേ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ആമേൻ. There is an act of possession. ആമേൻ. നമ്മുടെ സ്വത്ത് നമുക്ക് കൈവശമാക്കണമെങ്കിൽ അതിനൊരു പ്രവൃത്തി മണ്ഡലമുണ്ട്. The house of Jacob shall possess the possession. ആമേൻ. യാക്കോബിന്റെ ഗൃഹം അവകാശമായത് സ്വന്തമാക്കും എന്നാണ് നാം വായിച്ചത്. There's a difference between promise and possession. ആമേൻ. സ്വന്തമാക്കുക എന്നുള്ളതും വാഗ്ദത്തം ചെയ്യുക എന്നുള്ളതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. Many promises are legally ours.
അനേക വാഗ്ദത്തങ്ങൾ നിയമപരമായി നമ്മുടേതായിട്ടുണ്ട്. But experientially, it is not ours. എന്നാൽ പരിചയം വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടേതല്ല. Israel had a promised land. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത ദേശമുണ്ടായിരുന്നു. In Genesis chapter 12 verse 7. ഉൽപ്പത്തി 12:7 it was promised to them. അത് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ഭൂമിയായിരുന്നു. But they had to fight for it. എന്നാൽ അവർ അതിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടതായിരുന്നു. That's what we read in the book of Joshua. ആമേൻ. യോശുവയുടെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നു. We have to have a spiritual warfare and a persistence to win our possessions. ആമേൻ. നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പാദ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമുക്കൊരു ആത്മീയ യുദ്ധം, അതിൽ കൂടെ മാത്രമേ നമുക്കത് നേടുവാൻ സാധ്യമുള്ളൂ. When we see other people climbing up in their lives, മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ ഉന്നതികളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, കയറുമ്പോൾ, we just sit down and relax, but God is saying there is a possession that I have for you. I want you to possess it, but there's a warfare that you need to do to get your possession. മറ്റുള്ളവർ മുകളിലേക്ക് കയറി പോകുമ്പോൾ അത് നോക്കി പിറുപിറുത്തുകൊണ്ടിരിക്കാനല്ല, നിനക്ക് വേണ്ടി ഒരു അവകാശം ഞാൻ വെച്ചിരിക്കുന്നു, അത് നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ ഒരു ആത്മീയ യുദ്ധം ആവശ്യമാണ്. പ്രവൃത്തിപഥത്തിൽ നീ നിൽക്കേണ്ടത്, ആമേൻ, ഹല്ലേലൂയ, അത്യന്താപേക്ഷിതമാണ്. Don't let the enemy take away what the blessing of God has been for you. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നത് ശത്രു ഒരിക്കലും അത് അവകാശമാക്കുവാൻ ഇടകൊടുക്കരുത്. We need to fight for it. നാം അതിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടതാണ്. We need to possess it. നാം അത് അവകാശമാക്കേണ്ടതാണ്. Whether it's our health, അത് നമ്മുടെ ആരോഗ്യമാണെങ്കിൽ, whether it is our financial blessing, ആമേൻ, നമ്മുടെ സാമ്പത്തിക അനുഗ്രഹമാണെങ്കിൽ, whether it's our mental state, ആമേൻ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളാണെങ്കിൽ, whatever it is, അത് എന്ത് തന്നെയായിരുന്നാലും we need to fight for it. ആമേൻ, അതിനു വേണ്ടി നാം യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. We need to let the devil know that he is a thief. ആമേൻ. സാത്താനോട് നമ്മൾ ഉറക്കെ പറയണം, സാത്താനേ, നീ കള്ളനാണ്, എന്റെ സ്വത്തിനെ അപഹരിക്കുവാൻ നിനക്ക് സാധ്യമേ അല്ലെന്ന് നാം ഉറക്കെ പറയേണ്ടത്. Because the Bible says like this, വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, the thief comes to steal, kill and destroy. ആമേൻ. ശത്രു വരുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിപ്പാനും അത്രേ. But Christ came to give you eternal life. ആമേൻ. എന്നാൽ യേശു വന്നത് നമുക്ക് ജീവൻ നൽകുവാനും നിത്യമായ ജീവൻ നൽകുവാനും അത്രേ. Praise the Lord. ഹല്ലേലൂയ. So what are our possessions? അതുകൊണ്ട് എന്താണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്? One, spiritual. ഒന്ന് ആത്മീയമാണ്. He wants to give us peace. അവൻ നമുക്ക് സമാധാനം നൽകുവാൻ He ആഗ്രഹിക്കുന്നു. wants to give us authority. അവർക്ക് അധികാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. He wants to give us joy. അവൻ സന്തോഷം നൽകുവാൻ He wants ആഗ്രഹിക്കുന്നു. to give us the gifts of the Spirit. അവൻ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ പകരുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. Number two, രണ്ടാമത്തേത്, it's relational. അത് ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. It's talk about restoration. ആമേൻ. വീണ്ടെടുപ്പിന്റെ കാര്യമാണ്. Family salvation. ആമേൻ. കുടുംബത്തിന്റെ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതാണ്. Covenant promises. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. Number three, മൂന്നാമത്തേത്, in the ministry. ആമേൻ, ശുശ്രൂഷയിൽ Open doors. ആമേൻ വാതിലുകൾ തുറക്കുമ്പോൾ, Fruitfulness. ആമേൻ, ഫലവത്തായിരിക്കുന്ന അവസ്ഥകള്, The calling. ആമേൻ, ദൈവത്തിന്റെ നമ്മുടെ മേലുള്ള വിളി. Number four, നാലാമത്തേത്, territorial. ആമേൻ, ഭൗമികമായിട്ടുള്ള മണ്ഡലങ്ങൾ, Influence. ആമേൻ, സ്വാധീനങ്ങൾ, Land. ഭൂമി, Kingdom. ആമേൻ, രാജ്യം, Kingdom and advancement. ആമേൻ, രാജ്യത്തിന്റെ വ്യാപനം, വിസ്തൃതി. You and I are called not just to stay here, but He has called us to occupy. ആമേൻ. നമ്മെ വിളിച്ചിരിക്കുന്നത് ഇവിടെ മാത്രമായിരിക്കുവാനല്ല, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി, വ്യാപ്തിക്കായി പ്രവർത്തിക്കുവാനും കൂടെയാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. This possession, this is for you. ആമേൻ. ഈ സമ്പത്തുകളൊക്കെയും ഈ അവകാശങ്ങളൊക്കെയും നമുക്കുള്ളതാണ്. Whatever it is, അത് എന്ത് തന്നെയായിരുന്നാലും, your calling may be stalled. ആമേൻ, നമ്മുടെ മേലുള്ള വിളി ഒരുപക്ഷെ ഒരു അനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. There is a calling upon your life. ആമേൻ. നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ വിളി നിശ്ചയമായി ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. You need to fight for it. അതിനുവേണ്ടി നാം യുദ്ധം ചെയ്യേണ്ടതാണ്. You need to tell the devil to get away from the doors that are closed. ആമേൻ. അടഞ്ഞിരിക്കുന്ന വാതിലുകളിൽ അത് അടഞ്ഞു തന്നെ കിടക്കാതിരിപ്പാൻ പിശാചിനോട് ഓടിപ്പോകുവാൻ നാം കൽപ്പിക്കേണ്ടവരത്രേ. Command the devil
to leave and the doors will open. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിനോട് ഓടി പോകുവാൻ നാം ആജ്ഞാപിക്കുമെങ്കിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ ശക്തിയുള്ളവനത്രേ നമ്മുടെ കർത്താവ്. Find out why the enemy has stalled or closed the door. Find out why the enemy has എന്തുകൊണ്ടാണ് ശത്രു ഈ വാതിലുകൾ നമുക്ക് വേണ്ടി അടച്ചു വെച്ചതെന്ന് നാം ചിന്തിക്കണം. Praise the Lord. ഹല്ലേലൂയ. It is not just for individuals. വ്യക്തികൾക്ക് മാത്രമല്ല, This corporate blessing is what for every one of us. ആമേൻ. ദൈവത്തിന്റെ ഈ വലിയ ദൈവത്തിന്റെ മനുഷ്യന്റെ മണ്ഡലങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ ഈ അവകാശങ്ങൾ വെച്ചിരിക്കുന്നത്. It talks about the house of Jacob. ആമേൻ. നാം കണ്ടത് യാക്കോബിന്റെ ഗൃഹത്തെ കുറിച്ചാണ്. It is not just for one person. ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, The blessing of God is for generations. ആമേൻ. തലമുറകൾക്ക് വേണ്ടിയാണ്. ദൈവത്തിന്റെ തലമുറകളുടെ ദൈവം അത്രേ നമ്മുടെ നിത്യനായ ദൈവം. My dear brothers and sisters, സഹോദരി സഹോദരന്മാരെ, the blessing of God is for generations. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു തലമുറയ്ക്കല്ല, ഒരു വ്യക്തിക്കല്ല, തലമുറകൾക്കാണെന്ന് നാം മനസ്സിലാക്കണം. We all look at it financially. Financially we look at it. നമ്മൾ എപ്പോഴും നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളെ നാം നോക്കിക്കാണാറുണ്ട്. But what about spiritual blessings? എന്നാൽ നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്താണ്? What about, are you passing it on to your generation? ആമേൻ. നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ തലമുറകളിൽ നമ്മൾ പകരുന്നുണ്ടോ? If you do not have a spiritual blessing, you cannot hand it over to your next generation. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ നാം എന്താണ് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നത്? We are called to possess our possessions. നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. Not for ourselves but for the next generation. ആമേൻ. നമുക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന നമ്മുടെ തലമുറകൾക്കും വേണ്ടി ദൈവത്തിന്റെ അവകാശങ്ങളെ കൈവശമാക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. I'm talking about leaving a spiritual legacy. ആമേൻ. ഞാൻ സംസാരിക്കുന്നത് ഒരു ആത്മീയ മർമ്മം, ആത്മീയ മാർഗം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പിന്തുടരുവാൻ കാണിച്ചു കൊടുക്കുവാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. Psalm 145 verse 4. 145 സങ്കീർത്തനം 4-ാം വാക്യം. One generation shall command your works to another. ആർക്കെങ്കിലും Praise the Lord. ആമേൻ. One generation shall commend your works to another. ആമേൻ. ഒരു തലമുറ തന്റെ പ്രവർത്തികളെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് ആവശ്യമാണ്. My dear brothers and sisters, സഹോദരി സഹോദരന്മാരെ, what legacy are you giving to the next generation? ആമേൻ. അടുത്ത തലമുറയ്ക്ക് നാം കൈമാറുന്നത് എന്താണെന്ന് നാം ഉറക്കെ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. You haven't possessed the possession. നിങ്ങൾ ഇതുവരെ അവകാശമാക്കേണ്ടത് കൈവശമാക്കിയിട്ടില്ല. And then so you're not able to give it to another. അതുകൊണ്ട് നമുക്ക് അടുത്തൊരാളിനോ അടുത്ത തലമുറയ്ക്കോ കൈമാറാൻ ഒന്നുമില്ലാത്തവരായി ഈ ഭൂമിയിൽ നിന്ന് പോകുവാനിടയാകലേ. You have been given an inheritance. നമുക്കൊരു അവകാശം നൽകപ്പെട്ടിരിക്കുന്നു. But will you take it? നാം അതെടുക്കുമോ? Will you take it? നാം എടുക്കുമോ അത്? Whether it is financial, അത് സാമ്പത്തികമായിരിക്കാം, whether it is spiritual, അത് ആത്മീയ മണ്ഡലമാകാം, whether it's emotional, ആമേൻ, വൈകാരികമായിരിക്കാം, whatever it is, അത് എന്ത് തന്നെയായിരുന്നാലും, unless you are free, you cannot pass it to the next generation. നാം അതിലെല്ലാം സ്വതന്ത്രരായിരുന്നില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ ഒന്നുമില്ലാത്തവരായി മാറും. What will you give it to your next generation? അടുത്ത തലമുറയ്ക്ക് എന്താണ് നാം കൊടുക്കുന്നത്? Possessing your possession നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കുമ്പോൾ requires us to draw near to Zion. ആമേൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സിയോനോട് അടുത്തിരിക്കണമെന്നുള്ളതാണ്. Drawing close to God's presence. ആമേൻ. ദൈവ സാന്നിധ്യത്തോട് അടുത്തു വരണമെന്നുള്ളതാണ്. That means people around us must see how we are drawing close to His presence. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം നാം ദൈവത്തോട്, ദൈവ സാന്നിധ്യത്തോട് എപ്രകാരമാണ് അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. Are your children seeing how you worship God? നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. Do your children see you doing spiritual warfare? ആമേൻ. നമ്മുടെ ആത്മീയ യുദ്ധത്തിൽ, നാം ആത്മമണ്ഡലത്തിൽ ആത്മീയ യുദ്ധത്തിലായിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ? Do they see you worshiping God? നാം ദൈവത്തെ ആരാധിക്കുന്നത്
ആരാധിക്കുന്നത് അവർ ദർശിക്കുന്നുണ്ടോ? See, these are the legacies that you can leave your children. ഇതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ഈ ലോകം വിടുമ്പോൾ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് പോകാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. Some of us live in bondage every day. ആമേൻ. ഓരോ ദിവസവും ബന്ധനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Mental bondage. ആമേൻ. മാനസികമായിരിക്കുന്ന ബന്ധനങ്ങൾ. We are spiritual bondage. ആമേൻ. ആത്മീയമായിരിക്കുന്ന കെട്ടുകൾ. One step forward, two steps back. ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ രണ്ടടി പുറകോട്ട് പോകുന്ന അവസ്ഥകൾ. My dear brothers and sisters, സഹോദരി സഹോദരന്മാരെ, we are spiritually lazy in our possessions. ആമേൻ. ആത്മീയമായി നമ്മുടെ അവകാശങ്ങളെ നാം കൈവശമാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. We have to have a spiritual warfare. ആമേൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നാം ഏർപ്പെടുന്നില്ലെന്നുള്ളതാണ് ഇത് സംഭവിക്കുന്നത്. We need to fight with the devil. ആമേൻ. പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. We need to fight and tell the devil, this is not yours, this belongs to me. ആമേൻ. പിശാചിനെ നോക്കി ഉറക്കെ പറയണം, പിശാചേ, ഞാൻ നിനക്കുള്ളവനല്ല, ഇത് ഞാൻ എനിക്കുള്ളവൻ തന്നെയാണ്, ഇത് എനിക്കുള്ളത് തന്നെയാണെന്ന് ഉറക്കെ പറയുവാനുള്ള ആത്മധൈര്യവും ശക്തിയും ദൈവജനം പ്രാപിക്കേണ്ടതാണ്. We need to speak and tell the devil, this is the blessing of God, this is the covenant of God. പിശാചിനെ നോക്കി ഉറക്കെ പറയണം, ഇത് എനിക്ക് തന്ന ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദൈവം എന്നോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ്, ദൈവം എന്നെയും എന്റെ കുടുംബത്തോടും തലമുറയോടും ചെയ്ത ഉടമ്പടിയുടെ നിവർത്തിയാണെന്ന് ഉറക്കെ പറയണം. ഹല്ലേലൂയ. Hallelujah. We have to live in holiness. നാം വിശുദ്ധിയിൽ ജീവിക്കണം. The moment you stop living in holiness, നാം വിശുദ്ധിയിൽ ഇന്ന് വീണുപോയാലുള്ള ആ നിമിഷം we are going backwards and the enemy is moving forward. ആമേൻ. നാം പുറകോട്ട് ഒരു അടി വെക്കുമ്പോൾ ശത്രു മുന്നോട്ട് കയറി വരികയാണ്. We are losing our possession. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. Can you check your life today? Are you living a holy life according to the word of God? ആമേൻ. വചനമനുസരിച്ച് നാം ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാണെന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാമോ? Fighting in faith to take hold of what is yours. ആമേൻ. നമ്മുടേതായിരിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വിശ്വാസത്താൽ യുദ്ധം ചെയ്യുവാൻ നാം തയ്യാറാണോ? What is the blessing that God has given to you that is lying dormant and you don't know about it? ആമേൻ. നാം ഇങ്ങനെ നിദ്രയിലായിരിക്കുന്നു, ഉറക്കത്തിലായിരിക്കുന്നു, അതിനെക്കുറിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. നാം പൊട്ടനെ പോലെയുള്ള ഒരു ജീവിതമാണോ ക്രിസ്തീയ ജീവിതം? There are many things that are mentioned in the word of God that is yours. There's a covenant that God has with you, but you do not want to take hold of it because you and I are lazy to go forward with it. ദൈവം നമുക്ക് വേണ്ടി അനേക വാഗ്ദത്തങ്ങളും അനേക ഉടമ്പടികളും നൽകി ഈ ദൈവവചനത്തെ നിറച്ചിരിക്കുന്നു. അതൊന്നും അറിയാതെ, അതൊന്നും പ്രാപിക്കാൻ കഴിയാതെ അലസതയിലാണോ നാം ജീവിക്കുന്നത്? What area of your life is under the dominion of the evil one? ആമേൻ. ദുഷ്ടന്റെ അധികാരത്തിൽ കിടക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലം മേഖല ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? Let us time to rise up. ആമേൻ. നമുക്ക് ഉണർന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട കാലമായിരിക്കുന്നു. Zion has been given to us. ആമേൻ. സിയോൻ നമുക്ക് വാഗ്ദത്തമായി ദൈവം നൽകിയതത്രേ. Deliverance is ours. ആമേൻ. വിടുതൽ നമുക്ക് മാത്രമുള്ളതത്രേ. Holiness is required. ആമേൻ. വിശുദ്ധി ഏറ്റവും അത്യന്താപേക്ഷിതമത്രേ. Victory is assured. ആമേൻ. എങ്കിൽ വിജയം നമുക്ക് ദൈവം നൽകി തരുന്നതത്രേ. Hallelujah. ഹല്ലേലൂയ. Joshua 1:3 says like this. യോശുവയുടെ പുസ്തകം 1:3 ഇപ്രകാരം പറയുന്നു, Every place that your sole of your foot will tread upon, I will give it to you. ആമേൻ. നിന്റെ പാദം ചവിട്ടുന്ന എവിടേക്കാണോ അതെല്ലാം നിനക്ക് അവകാശമായി നൽകുമെന്ന് ദൈവം യോശുവയോട് അരുളി ചെയ്തു. Romans 8:37 says like this, in all these things we are far more than conquerors. ആമേൻ. റോമർ 8:37 നാം വായിക്കുന്നത് ഇതിലൊക്കെയും നാം പൂർണ്ണ ജയാളിയത്രേ. In 1 Corinthians chapter 2 verse 12, 1 കൊരിന്ത്യർ 2:12 ഇപ്രകാരം that പറയുന്നു, we might know the things that have been freely given to us by God. ആമേൻ. ഇതെല്ലാം നമുക്ക് ദൈവം സൗജന്യമായി നൽകിയെന്നാണ് നാം വായിക്കുന്നത്. Joshua stood at the end
of a long journey in his life. യോശുവയുടെ ജീവിതത്തിൽ നീണ്ട ജീവിതയാത്രയുടെ അവസാന ഭാഗത്തേക്ക് യോശുവ ഇതാ കടന്നു He's വരുന്നു. standing on this side of Jordan. ആമേൻ. യോർദാന്റെ മറുകരയിൽ അങ്ങേക്കരയിൽ യോശുവ ഇതാ നിൽക്കുകയാണ്. He's been given the authority. ആമേൻ. അടുത്ത ഇസ്രായേൽ മക്കളെ നയിക്കുവാനുള്ള ചെങ്കോൽ യോശുവയുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുകയാണ്. The leadership has fallen upon him. ആമേൻ. ഈ വലിയ ജനക്കൂട്ടത്തിന്റെ നേതൃസ്ഥാനം യോശുവയുടെ കരങ്ങളിലാണ്. And what happens is Joshua at night is looking at that the land of Canaan, and then the angel of the Lord appears to him. ആ യോർദാന്റെ കരയിൽ നിന്നുകൊണ്ട് കനാൻ ദേശം ഇതാ രാത്രിയിൽ യോശുവ നോക്കിയാണ്. അപ്പോഴിതാ ദൂതനെ യോശുവ കാണുകയാണ്. And that's the time he said, every place that you put your foot, I will give it to you. ആ സമയത്താണ് ദൈവം പറഞ്ഞത്, നിന്റെ പാദങ്ങൾ എവിടേക്ക് വെക്കുന്നോ അതെല്ലാത്തിനും നീ അവകാശിയായി തരുമെന്ന് ഞാൻ നിനക്ക് നൽകുമെന്ന് ദൈവം യോശുവയോട് അരുളി ചെയ്തു. He looked at River Jordan. യോർദാൻ നദിയിലേക്ക് യോശുവ നോക്കി. The River Jordan is very wild and it's moving very fast. ആമേൻ. യോർദാൻ നദി വളരെ വിസ്താരത്തിലുള്ളതാണ്. അതിതാ വേഗത്തിൽ നിമിഷത്തിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. But the promise is, I will give you every place that you put your foot. ആമേൻ. എന്നാൽ വാഗ്ദത്തം കിടക്കുന്നത് നിന്റെ കാൽ വെൽക്കുന്നതെല്ലാം നീ അവകാശമാക്കുമെന്നുള്ളതാണ്. Joshua did not look at the river. ആമേൻ. യോശുവ നദിയിലേക്കല്ല നോക്കിയത്. He looked at the promise that God has given. ആമേൻ. ദൈവം നൽകിയ വാഗ്ദത്തത്തിലേക്കാണ് യോശുവയുടെ മനസ്സ് മുഴുവനും. യോശുവയുടെ കണ്ണ് കനാൻ ദേശത്തേക്കാണ്. He did not look at the river. ആമേൻ. നദിയിലല്ല യോശുവ നോക്കിയത്. He looked at the calling that is upon his life. ആമേൻ. യോശുവയുടെ മേൽ ദൈവം വെച്ച വിളിയുണ്ടല്ലോ, ആ വലിയ വിളിയും ഉത്തരവാദിത്വവും അതിന്റെ മധ്യത്തിൽ അത്രേ യോശുവ ഇരിക്കുന്നത്. There is a calling upon your life. ആമേൻ. നമ്മുടെ മേൽ ദൈവത്തിന്റെ ഒരു വലിയ വിളിയുണ്ട്. Don't let the enemy take that calling away from you. ആമേൻ. നമ്മുടെ മേൽ വെച്ച ആ വലിയ വിളി ശത്രു അപഹരിക്കാൻ ഒരിക്കലും ഇടം കൊടുക്കരുത്. Fight for it, says the Lord. ആമേൻ. ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, അതിനു വേണ്ടി ആത്മീയ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുവാൻ. Possess your possession. ആമേൻ. നമ്മുടെ സ്വത്തുക്കളെ അവകാശമാക്കുവാൻ. Do not look at your incapabilities. ആമേൻ. നമ്മുടെ കഴിവില്ലായ്മയിലേക്ക് നാം നോക്കരുത്. Because God says, you are more than a conqueror. ആമേൻ. കർത്താവ് പറയുന്നു, നീ ഇതിലൊക്കെയും ജയാളിയത്രേ, അതുകൊണ്ട് നമുക്ക് സാധിക്കത്തില്ലെന്ന് പറയരുത്. You are more than a conqueror. നീ ജയാളിയത്രേ. You are victorious. ആമേൻ. നീ ജയിക്കുന്നവനത്രേ. Every place that you put your foot, God will give it to you. ആമേൻ. നിന്റെ കാൽ വെക്കുന്ന സ്ഥലമൊക്കെയും അവിടെ നീ ജയത്തിന്റെ കൊടി പാറിക്കുന്നവനും നിനക്ക് അവകാശമായി ലഭിക്കുന്നതത്രേ. Don't look at the emptiness. ആമേൻ. നമ്മുടെ ഒഴിഞ്ഞ അവസ്ഥകളിലേക്ക് നോക്കരുത്. Look at what God is going to bless you with. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനത്രേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Joshua is standing on this side of the river. യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ യോശുവ നിന്നുകൊണ്ട്, On the other side, മറ്റേ മറുകരയിൽ there is Jericho. ജോഷുവ കാണുന്നത് ജെറിക്കോയാണ്, എരിഹോവാണ്. On the other side, there is a lot of people that are there. ആമേൻ. മറുകരയിൽ അനേക ആളുകൾ അവിടെയുണ്ട്. There's all the Canaanites. ആമേൻ. കനാനൈറ്റ്സ്, ആ ജാതികൾ അവിടെ താമസിക്കുന്നു. The Hittites. ഹിത്യർ അവിടെ താമസിക്കുന്നു. There are giants. ആമേൻ. മല്ലന്മാർ അവിടെ താമസിക്കുന്നു. But Joshua has one word. എന്നാൽ ജോഷുവയ്ക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. The place that you put your foot, I will give it to you. ആമേൻ. എത്ര മല്ലന്മാരുണ്ടായാലും എന്തെല്ലാം വന്നാലും നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരും. യോശുവേ, നീ അതിനെ കൈവശമാക്കണം. ഹല്ലേലൂയ. God said, Joshua, do not fear. ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവയെ, നീ ഭയപ്പെടരുത്. Do not fear. നീ ഭയപ്പെടരുത്. Do not fear. നീ ഭയപ്പെടരുത് ഒന്നുകൊണ്ടും. The enemy has been putting fear into your life. ആമേൻ. നിന്റെ ജീവിതത്തിൽ ശത്രു ഭയം കൊണ്ടുവരുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He always came and told you that you are a failure. ആമേൻ. ശത്രു എപ്പോഴും വന്ന് നമ്മോട് പറയും, നീ ഒരു തോൽവിയാണെന്ന്. But do not listen to his voice. എന്നാൽ ശത്രുവിന്റെ ശബ്ദത്തെ ഒരിക്കലും ശ്രദ്ധിക്കരുത്, അതിനെ തള്ളിക്കളയണം. You are more than a conqueror. കാരണം നാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയാളിയത്രേ. You are more than a conqueror. നാം ജയാളികളത്രേ. Those who are listening to me by whatever media,
ഈ മീഡിയ, ഈ മാധ്യമങ്ങളിൽ ഏത് മാധ്യമമായാലും എന്നെ ശ്രദ്ധിക്കുന്നവരെ, you are not a failure. നിങ്ങളൊരു തോൽവിയല്ല. You are going through a lot of things in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങളിൽ കൂടെ നീ കടന്നു പോകുന്നുണ്ടാകാം. In your personal, in your marriage. ആമേൻ. വിവാഹ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അനേക ബന്ധനങ്ങളിലൂടെ ആയിരിക്കാം. Don't let the enemy bring destruction. ആമേൻ. നിന്റെ ജീവിതത്തിൽ ശത്രു നാശം വിതയ്ക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. Rise up, take up your possession. ആമേൻ. ഉണർന്നെഴുന്നേറ്റ് അവകാശങ്ങളെ സ്വായത്തമാക്കുവാൻ ഉണരുക. Rise up, take your position. ആമേൻ. നമ്മുടെ യുദ്ധക്കളത്തിൽ നമ്മുടെ സ്ഥാനത്ത് നാം നിൽക്കുക. Know who you are. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക. Remember, you are victorious in Christ Jesus. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൽ വിജയക്കൊടി പാറിക്കുന്നവരത്രേ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. You are victorious through Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ജയാളികളത്രേ നമ്മൾ. You are not a loser. നാം ഒരു തോൽവിക്കാരനല്ല. You are victorious. നാം ജയിക്കുന്നവൻ ജയാളിയത്രേ. Your sickness cannot defeat you. ആമേൻ. നമ്മുടെ രോഗങ്ങളെ നമ്മളെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. You are victorious. കാരണം നാം ജയാളികളത്രേ. Because greater is the one who lives in you than he that is in the world. ആമേൻ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ. You are victorious. അതുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നവരത്രേ. You are healed. ആമേൻ. നിങ്ങൾ You സൗഖ്യമായവരത്രേ. are delivered. ആമേൻ. നിങ്ങൾ വിടുതൽ പ്രാപിച്ചവരത്രേ. You are set free. ആമേൻ. നാം പുത്രനാൽ Whom സ്വതന്ത്രമാക്കപ്പെട്ടവരത്രേ. the Son sets free is free indeed. ആമേൻ. പുത്രൻ സ്വതന്ത്രമാക്കിയാൽ അവർ സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നവരത്രേ. ഹല്ലേലൂയ. Hudabalaraba shabdala hastunalaraba. ആമേൻ. ഹല്ലേലൂയ. Ribalaraba shakalarabas. Ribalaraba shabalaraba sabtularaba. Thank you, Jesus. Dibababaraba Hallelujah. sabtularaba shakalara. Thank you. Thank you, Jesus. Thank you, Jesus. Hallelujah, Jesus. Hallelujah. 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 നമുക്ക് ഒരു പാട്ട് പാടി നമ്മൾക്ക് ദൈവത്തിനെ ആരാധിക്കാം. Let us worship God. Let's sing a song and worship God. ദൈവം ചില വാതിലുകളെ തുറക്കാൻ പോകുകയാണ്.